സാർ, ഈ അടുത്തുണ്ടായ ഒരു വലിയൊരു തർക്കമാണ്. തൃശൂർ ജില്ലയിലെ ചാലക്കുടിക്ക് അടുത്ത് ഉള്ള ഒരു ഗ്രാമത്തില് 1-ാം വാർഡില് ശ്രദ്ധിക്കപ്പെടുന്ന കവികളില്ലെന്നുള്ളത്. അവിടെ രണ്ടാം വാർഡിലും 3-ാം വാർഡിലും 4-ാം വാർഡിലും 5-ാം വാർഡിലും അങ്ങനെ എല്ലാ വാർഡിലും ശ്രദ്ധിക്കപ്പെടുന്ന കവികളുണ്ട്. പക്ഷെ 1-ാം വാർഡിൽ മാത്രം ശ്രദ്ധിക്കപ്പെടുന്ന കവികൾ ഉണ്ടായിരുന്നില്ല. 1-ാം വാർഡിലെ ഒരു കവിയായിരുന്ന താങ്കൾ പിന്നീട് അവിടെ നിന്ന് 1-ാം വാർഡിൽ ശ്രദ്ധിക്കുന്ന കവിയായിട്ട് വളർന്ന ആ ഒരു സാഹചര്യം, ഈ ഒരു വിവാദത്തെ അതിജീവിച്ച് അവിടെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കവിയായിട്ട് വളർന്ന ആ ഒരു പ്രയത്നം ഞങ്ങൾ പ്രേക്ഷകർക്കായിട്ട് ഒന്ന് വിശദീകരിക്കാമോ? ശരിക്കും പറഞ്ഞാൽ ഈ ചോദ്യം എന്നോട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോ അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കവിയായിട്ട് വളരാൻ വേണ്ടി ഞാൻ ചെയ്തത് കുറച്ച് സാഹസങ്ങളാണ്. അതായത് ഞാൻ കുറച്ചിങ്ങനെ ലളിതമായി പറയാം. അന്നൊക്കെ ചാലക്കുടിയിലൊക്കെ വലിയ വലിയ സമ്മേളനങ്ങൾ നടക്കും. പല രാഷ്ട്രീയ പാർട്ടികളുടെ ഉണ്ടാവും, അല്ലാതെ പൊതു സമ്മേളനങ്ങൾ ഉണ്ടാവും. അങ്ങനെ സമ്മേളനം ഉണ്ടാവും. ഞാൻ ഈ സമ്മേളനങ്ങൾക്ക് എല്ലാത്തിനും പോയിട്ട് ഏറ്റവും പുറകിൽ പോയി നമ്മൾ കൂവും. ഏറ്റവും പുറകിൽ പോയി കൂവുമ്പോ എല്ലാവരും തിരിഞ്ഞു നോക്കും. ആ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എന്റെ കവിത അങ്ങോട്ട് പാടും. ആ കവിത പാടുമ്പോ എല്ലാവരും തിരിഞ്ഞു നോക്കുമല്ലോ കൂവുമ്പോ. അപ്പൊ അവിടെ എല്ലാവരും കൂടി ഒന്ന് ശ്രദ്ധിക്കപ്പെടാറുണ്ട്. അങ്ങനെ ഒരു സാഹസം ഞാൻ ചെയ്തപ്പോഴാണ് ആദ്യത്തെ വട്ടം ഞാൻ ശ്രദ്ധിക്കപ്പെട്ടത്. പിന്നെ രണ്ടാമത്തെ വട്ടം ഞാൻ ശ്രദ്ധിക്കപ്പെട്ടെന്ന് വെച്ചാല് ഈ മരണവീടുകളിൽ ചെല്ലും. മരണവീടുകളിൽ അവരെല്ലാവരും വളരെ സങ്കടപ്പെട്ട് കരഞ്ഞ് ഒക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മളൊരു ആശ്വാസമായിട്ട് അവിടെ ചെന്നിട്ട് അവരുടെ ഇടയിൽ നിന്നിട്ട് പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് കവിത ചൊല്ലും. അപ്പൊ കവിത ചൊല്ലുമ്പോൾ അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ആശ്വാസവും ഉണ്ടാവും, ആ വിഷമത്തിൽ നിന്നൊരു മോചനം ഉണ്ടാവും. പിന്നീട് അവരുടെ ചിന്ത മുഴുവൻ കവിതയെ കുറിച്ചാവും. അപ്പൊ അത്ര ആൾക്കാരുടെ ഇടയിൽ നമ്മുടെ കവിതയും നമ്മളും ശ്രദ്ധിക്കപ്പെടും. അങ്ങനെ ഒരു സാഹസം 2-ാം വട്ടം കാണിച്ചു. പിന്നെ 3-ാം വട്ടം ഞാൻ അങ്ങനെ സാഹസം കാണിച്ചു. അതിനുശേഷം ഞാൻ ശ്രദ്ധിക്കപ്പെട്ട കവിയായപ്പോ ഞാൻ പിന്നെ എഴുത്ത് തന്നെ നിർത്തി കളഞ്ഞു. അതായത് 3-ാം വട്ടം ഞാൻ ചെയ്തെന്ന് വെച്ചാല് അന്ന് ചാലക്കുടി പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ ചെന്നിട്ടാണ് ഞാൻ ചെയ്തത്. ചാലക്കുടി പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ ഞാൻ ഉറക്കെ ഇങ്ങനെ കവിത ആലപിക്കുകയാണ്. ആ മുറ്റത്ത് തന്നെ കുത്തിയിരുന്ന് ആലപിച്ചു. പക്ഷെ എനിക്കറിയില്ല, അവിടെ പുതിയൊരു എസ് ഐ ആണെന്ന് തോന്നുന്നത്. എന്നെ വളരെ ഓടി അടുത്ത് വന്നിങ്ങനെ ഒരു സ്വീകരിച്ചത് എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നീട് ഞാൻ കണ്ണുറക്കുമ്പോൾ ചാലക്കുടി ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. അപ്പൊ എന്റെ ഈ എഴുതുന്ന ഈ 2 പേരലുകളില്ലേ, പിന്നെ അതെന്താണെന്ന് അറിയില്ല. അത് പിന്നെ അങ്ങോട്ട് അവരുടെ സ്നേഹപ്രകടനം കൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ അതങ്ങോട്ട് ചലിക്കാൻ പറ്റിയിട്ടില്ല. അന്നോട്ട് ഞാൻ എന്റെ കവിത എഴുത്ത് നിർത്തുകയാണ് ചെയ്തത്. എന്തായാലും ഞാൻ ശ്രദ്ധിക്കപ്പെട്ടുല്ലോ. ഇനിയിപ്പോ അതിനുശേഷം എഴുത്ത് നിർത്തിയാലും എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത ഒരു ഇതായിട്ട് തോന്നി. അങ്ങനെയൊക്കെയാണ് എന്റെ ഒരു ചെറിയ ഹിസ്റ്ററി.